എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് നല്ല അടിപൊളി ക്രീമി ആയിട്ടുള്ള കോൾഡ് കോഫി തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇതിൽ ഐസ്ക്രീമോ ക്രീമോ ഒന്നും തന്നെ വേണ്ട, വളരെ എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, നെസ്കഫെയോ ബ്രൂവോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ഒരു ചെറിയൊരു കപ്പിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിവിടെ 4 കപ്പിനാണ് 2 ടീസ്പൂൺ എടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കോഫി പൗഡറിൻ്റെ അളവ് കൂട്ടാം. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. നന്നായിട്ട് അലിച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ വലിയൊരു ജാറിലേക്ക്, ജ്യൂസൊക്കെ അടിക്കുന്ന ജാറാണ് ഏറ്റവും നല്ലത്, അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ചിട്ട് ചേർക്കാം. നമ്മളിവിടെ ഒരു വലിയ കപ്പ് പാലാണ് ചേർക്കുന്നത്. പാൽ ഒരുപാട് ഫാറ്റുള്ളതാണെങ്കിൽ പകുതി പാലും പകുതി വെള്ളവും കൂടി ചേർക്കാം. തണുത്ത പാലാണ് നമ്മൾ ചേർത്തത്, തിളപ്പിച്ചാറിച്ച തണുത്ത പാൽ. അതിലേക്ക് നമ്മൾ കോഫിയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്ത് അടിക്കുമ്പോഴാണ് നല്ല ക്രീമി ആയിട്ട് ഇത് കിട്ടുന്നത്. ഐസ് ക്യൂബ്സ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ മുതൽ നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല ഹൈ സ്പീഡിൽ തന്നെ ഒരു 2 മിനിറ്റ് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്രീമി ആയിട്ട് ഇത് കിട്ടും. നമ്മൾ 2 മിനിറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് നമ്മുടെ കോൾഡ് കോഫി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ചോക്ലേറ്റ് സിറപ്പോ ബട്ടർ സ്കോച്ച് സിറപ്പോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിവിടെ കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് വെച്ചിട്ട് ഗ്ലാസ്സിലൊന്ന് ഇതുപോലെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോൾഡ് കോഫി ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഇതിൻ്റെ ക്രീമാണ്. ഈ ക്രീം നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ട് ഏറ്റവും മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി മുകളിലായിട്ട് നിങ്ങൾക്ക് ഐസ്ക്രീമോ വിപ്ഡ് ക്രീമോ ഏത് വേണമെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോൾഡ് കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇതിന് മുൻപൊരു ക്രീമൊക്കെ ചേർക്കുന്ന ഒരു കോൾഡ് കോഫി ഇട്ടിട്ടുണ്ട്, അതും കൂടി മറക്കാതെ കാണുക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്